ദില്ലി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് കണ്ടെടുത്ത 15 കോടി രൂപ ആവിയായി പോയിരിക്കുന്നു. കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയെന്ന വാർത്തകൾ ലോകം മുഴുവൻ അറിയുകയും സുപ്രീം കോടതി അതിന് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്ത് ജഡ്ജിയെ അലഹാബാദിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തിട്ടും അങ്ങനെ ഒരു പണമേ ഉണ്ടായിട്ടില്ല എന്ന് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ജഡ്ജിയുടെ വസതിയിൽ നിന്ന് ഫയർഫോഴ്സ് പണം കണ്ടെത്തിയിട്ടേയില്ല എന്ന് ഫയർഫോഴ്സിന്റെ മേധാവി അതുൽ ഗാർഗ് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 15 മിനിറ്റിനുള്ളിൽ തീയണച്ചിട്ടും 15 കോടി കണ്ടില്ലെന്നും സ്റ്റേഷനറി സാധനങ്ങൾക്കാണ് തീപിടിച്ചതെന്നും പറയാൻ ഫയർഫോഴ്സ് മേധാവിക്ക് എത്ര കൊടുത്തു എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. ഹോളി ദിനത്തിൽ ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിലുണ്ടായ തീപിടുത്തം അണയ്ക്കാൻ എത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ 15 കോടി രൂപ കണ്ടെത്തിയെന്ന വാർത്ത ലോകം മുഴുവൻ സ്ഥിരീകരിച്ചിട്ടും സംഭവത്തിൽ പ്രതിഷേധവുമായി അഭിഭാഷക സംഘടന തന്നെ രംഗത്തെത്തിയിട്ടും പ്രതിഷേധങ്ങൾ ശക്തമാക്കിയതോടെ സുപ്രീം കോടതി ആഭ്യന്തര അന്വേഷണം തുടങ്ങുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജി കൂടിയായ യശ്വന്ത് വർമ്മ നികുതി സംബന്ധമായ കേസുകൾ പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് പിന്നിലെ കളികൾ വളരെ വ്യക്തമാണ്. അങ്ങനെ ഇന്ത്യൻ ജുഡീഷ്യറിയെ പോലും നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന വലിയ താപ്പാനകളുടെ മുന്നിൽ ഒരിക്കൽ കൂടി രാജ്യം തല താഴ്ത്തുകയാണ്.